ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഞാൻ കുറേ മാസങ്ങൾക്ക് ശേഷം പിന്നെയും യൂട്യൂബിലേക്ക് കടന്നിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ കുറേ ആൾക്കാരെ എൻ്റെ അടുത്ത് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, എന്താ യൂട്യൂബിൽ വീഡിയോസ് ഒന്നും ഇടാത്തത്, ഇടുന്ന് കുറേ പേര് കസിൻസായിട്ട് കുറേ പേര് ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇങ്ങനെ ഫങ്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇടാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്നത്തെ ഒരു പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ചേച്ചിക്ക് രണ്ടാമത് ഉണ്ണി ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ആളുടെ 28 കേട്ടോ, ഉണ്ണിയുടെ 28 ഇന്ന്. 17 നവംബർ 17 കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരുക്കങ്ങളും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളെല്ലാവരും സെറ്റ് സാരി മുണ്ട് അങ്ങനെയാണ്. അമ്മയും ചേച്ചിയും സെറ്റ് സാരിയാണ്, ഞാൻ സെറ്റ് മുണ്ടാണ് കേട്ടോ എടുക്കുന്നത്. കാരണം നമുക്ക് എളുപ്പം അതാണല്ലോ. അപ്പോൾ ചേച്ചിയുടെ ആദ്യത്തെ ഉണ്ണി ഇപ്പോൾ ഇവിടെ ഇല്ല കേട്ടോ. ഉണ്ണിയും ചേട്ടൻ്റെ വീട്ടിലാണ്. അപ്പോൾ അവരെ ഒരുമിച്ചാണ് വരുന്നത് കേട്ടോ. ആത്മീയ എന്നാണ് പേര്, മ്യൂസ് എന്നാണ് ഞങ്ങൾ വീട്ടിൽ വിളിക്കുന്നത് കേട്ടോ. അപ്പോൾ മ്യൂസാണെന്ന് വെച്ചാൽ അവരെ കൂടെ 28 അവിടെ ഒരു പരിപാടി ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു പരിപാടി കൂടാൻ വേണ്ടി പോയതാണ്. അപ്പോൾ 28 അവൾ തിരിച്ചു വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവൾ അവരുടെ കൂടെ വരും കേട്ടോ. അപ്പോഴേക്കും ഞങ്ങളിവിടെ ടേബിളും എല്ലാ സംഭവങ്ങളും സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കരിവള കൊണ്ട് നമ്മൾ 28 എഴുതിയിട്ടുണ്ട്. അതുപോലെ തന്നെ കൺമഷിയും പിന്നെ ഗോൾഡും അത് ബൈബിളും അവൻ്റെ ഡ്രസ്സും മറ്റേ മുണ്ട് എത്തിയിട്ടുണ്ടായിരുന്നില്ല, അത് ചേട്ടൻ്റെ വീട്ടുകാരാണ് കൊണ്ടുവരുന്നത്. അപ്പോൾ മുണ്ട് എത്തിയിട്ടുണ്ടായിരുന്നില്ല. ഷർട്ട് നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഷർട്ട് അവർ കൊണ്ടുവരുമോ ഇല്ലയോ എന്ന് നമുക്കറിയില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അതവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഓരോ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നു കേട്ടോ. കാരണം എനിക്കായാലും ചേച്ചിക്കായാലും 2/28 ഇപ്പോൾ നമ്മുടെ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്, വീട്ടിൽ കഴിഞ്ഞതുകൊണ്ട് നമുക്ക് ഏകദേശം ഒരു രൂപമുണ്ട് എന്തൊക്കെയാണ് വെക്കുക, എങ്ങനെയൊക്കെ പരിപാടികൾ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമുക്ക് ഓരോന്നറിയാം. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് വലിയ ടെൻഷനൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ ഞാൻ ഓരോന്നൊക്കെ നോക്കായിരുന്നു എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് കേട്ടോ. അപ്പോൾ കാലത്ത് തന്നെ നമ്മളൊരു ഏകദേശം ഒരു 6 മണി 6:30 ആകുമ്പോഴേക്കും എണീറ്റ് വേഗം അടിച്ചു വാരി തുടച്ചു. കാരണം അടിച്ചു വാരി തുടച്ച് ഇടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൂസ് ഉള്ളതുകൊണ്ട് തന്നെ അവൻ ഓരോന്നും ഇങ്ങനെ പറക്കി കൊണ്ടുവരും കേട്ടോ. അപ്പോൾ നമുക്ക് പിന്നെ നമ്മൾ ആ ഒരു സംഭവം അവിടെ അടിച്ചു വാരേണ്ടി വരും. അപ്പോൾ നമ്മൾ എന്താ പറയുക, ഫുൾ ഒതുക്കി വെച്ചിട്ടുള്ള സ്ഥലത്ത് നിന്ന് പിന്നെ വലിച്ചിടും. അപ്പോൾ വേഗം പോയിട്ട് പിന്നെ ഒതുക്കി വയ്ക്കും. അങ്ങനെയൊക്കെയാണ് കേട്ടോ. അപ്പോൾ അപ്പൂസാണെന്ന് വെച്ചാൽ ഇപ്പം ചെറുതായിട്ടൊക്കെ ഒന്ന് നടന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവന് നമ്മളെ നോക്കണം. മറ്റേതെന്ന് വെച്ചാൽ മ്യൂസിനെ മാത്രം നമുക്ക് നോക്കിയാൽ മതിയായിരുന്നല്ലോ. ഇപ്പോൾ അങ്ങനെയല്ല, അപ്പൂസിനെ നോക്കേണ്ട അവസ്ഥയാണ് കേട്ടോ. അങ്ങനെ ഒരു 11 മണി 11:15 ആകുമ്പോഴേക്കും ചേട്ടൻ്റെ വീട്ടുകാരെ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളിനി അടുത്ത പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉണ്ണീനെ മുണ്ടെടുക്കുന്നതായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ടാണ് നൂല് കെട്ടുന്ന സംഭവം. അപ്പോൾ അവൻ നല്ല ഉറക്കത്തിലായിരുന്നു, അതുകൊണ്ട് വലിയ ശല്യമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ നമ്മളിത് ആ മുണ്ടിലത്തെ സ്റ്റിക്കറും കാര്യങ്ങളൊക്കെ അഴിച്ചിട്ട് നമ്മൾ അവനെ മുണ്ടിടിപ്പിക്കുകയാണ് കേട്ടോ. കുട്ടൂസ് എന്നാണ് ഞാൻ വിളിക്കുന്നത്, പൊന്നൂസ് എന്ന് ചേച്ചി വിളിക്കും, അതുപോലെ ആദൂസ് എന്ന് ചേട്ടൻ വിളിക്കും. അങ്ങനെ ഓരോരോ പേരുകളുണ്ട് കേട്ടോ. ഇവനെ ശരിക്കുള്ള പേരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആത്മിക് എന്നാണ് കേട്ടോ. ആദ്യത്തെ ഉണ്ണിയുടെ പേര് ആത്മീയാന്നും രണ്ടാമത്തെ ഉണ്ണിയുടെ പേര് ആത്മിക് എന്നാണ് കേട്ടോ. ആത്മീയ എന്നിട്ടത് അവർ തന്നെയാണ് കേട്ടോ ഇട്ടിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഈ പേര് ഞാനാണ് ഇട്ടിട്ടുണ്ടായിരുന്നത്. കാരണം ഞാനിങ്ങനെ സെർച്ച് ചെയ്ത് നോക്കിയേ അവളോട് മാച്ചായിട്ട് പോകണമല്ലോ, ആ ഒരു പേര്, 2 പേരുടെ പേര് മാച്ചായി പോകണല്ലോ. അപ്പോൾ ചേച്ചിയും ചേട്ടനും വേറൊക്കെ പേരൊക്കെ സജഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്കെന്തോ ആ ഒരു ഇതിനോട് തോന്നിയില്ല, ഒരു രസം തോന്നിയില്ല. അപ്പം ഇവർ വീട്ടുകാരോടും പറഞ്ഞു ഇങ്ങനത്തെ ഒരു പേര് ഇങ്ങനെ ഞാൻ സജസ്റ്റ് ചെയ്തപ്പോൾ അവർ പറഞ്ഞു കുഴപ്പമില്ല, നന്നായി മാച്ച് ചെയ്ത് പോകുന്നുണ്ട്, അപ്പോൾ പിന്നെ അതന്നെ ഇടാം എന്നിങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ മമ്മി ആയാലും ഡാഡി ആയാലും ചേച്ചി ആയാലും അതുപോലെ തന്നെ ബാക്കിയുള്ള ആൾക്കാരൊക്കെ ആയാലും കസിൻസ് ആയാലും രസമുണ്ട്, മറ്റേ ആത്മീയയുടെ കൂടെ തന്നെ മാച്ചായി പോകുന്ന ഒരു പേരാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്തായാലും അതന്നെ ഇടാം. ഞാൻ പെട്ടെന്ന് കണ്ടൊരു പേരായതുകൊണ്ട്, കാരണം എനിക്കറിയണ്ടായിരുന്നില്ല ചേട്ടനായാലും ചേച്ചിയായാലും പേര് കണ്ടുവച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയണ്ടായിരുന്നില്ല. അവസാന നിമിഷത്തിലാണ് എന്നോട് പറയുന്നത്, നീ പേര് വേഗം നോക്ക് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. കാരണം നമ്മുടെ ഉണ്ണി ഉണ്ടായ ശേഷം 24 മണിക്കൂറിന് ശേഷം നമുക്ക് മറ്റേ ഫോം ഫില്ല് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ എൻ്റെ ഉണ്ണിയുടെ സമയത്തായാലും ഞാൻ മുന്നേ പേര് കണ്ടുവച്ചിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് നമുക്ക് പ്രശ്നം ഉണ്ടായിരുന്നില്ല. അങ്ങനെ കാര്യങ്ങളൊക്കെ അതൊക്കെ വിട്. നമ്മുടെ കുട്ടൂസിൻ്റെ നമ്മുടെ നൂലുകെട്ട് ചടങ്ങ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യണം കേട്ടോ.
നമ്മുടെ നൂലുകെട്ടും അതുപോലെ കരിവളയിടലും ഒക്കെ കഴിഞ്ഞു കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മളിതേ കുട്ടൂസിന് ഗോൾഡ് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ചെയിനാണ് ആദ്യം ഇട്ട് കൊടുക്കുന്നത്, ഡാഡി ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ചെയിൻ, അതുപോലെ തന്നെ തള, പിന്നെ നമ്മൾ കൈ ചെയിൻ ഇട്ട് കൊടുക്കുന്നുണ്ട്, പിന്നെ അരയിലേക്കാണ് ഇട്ട് കൊടുക്കുന്നത്. അങ്ങനെ ഒരു 4 ഗോൾഡാണ് നമ്മൾ ഉണ്ണിക്കിട്ട് കൊടുക്കാൻ പോകുന്നത് കേട്ടോ. അങ്ങനെ നമ്മുടെ ഗോൾഡിലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ അവനെ ഷർട്ട് മാറ്റിക്കുകയാണ് കേട്ടോ, നൂലുകെട്ടിൻ്റെ ഷർട്ട് മാറ്റിക്കുകയാണ്. അപ്പോൾ നല്ല ഇറിറ്റേഷൻ തോന്നുന്നുണ്ട് കേട്ടോ ആൾക്ക്. ഉറക്കത്തിലാണ്, ഭയങ്കര നല്ല സുഖമായിട്ടുള്ള ഉറക്കത്തിലാണ് ആൾ. പക്ഷേ നമ്മൾ ഓരോന്ന് ചെയ്യുമ്പോൾ ആൾക്ക് ഭയങ്കരമായിട്ട് അതൊരു ബുദ്ധിമുട്ട് അങ്ങനെ പോലെ തോന്നുന്നുണ്ട് കേട്ടോ. അവനൊന്ന് ഉറങ്ങി കിട്ടിയാൽ മതി എന്നാണ് അവൻ്റെ മനസ്സിൽ. പക്ഷേ അവനാരും വിടുന്നില്ലല്ലോ, ഉറങ്ങാനായിട്ട് വിടുന്നില്ലല്ലോ. അപ്പോൾ നമ്മളുടെ അടുത്ത് ഷർട്ടാണ് കേട്ടോ ഉണ്ണിക്ക് ഇട്ട് കൊടുക്കുന്നത്. അടുത്തത് നമ്മളിതേ കുരിശ് വരച്ചിട്ട് പ്രാർത്ഥന എത്തിച്ചിട്ട് കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടി പോവാണ് കേട്ടോ. അപ്പോൾ കുട്ടൂസിനെയും മേയൂസിനെയും എല്ലാവരെയും കുരിശ് വരപ്പിച്ചിട്ട് നമ്മൾ കുടുംബ പ്രതിഷ്ഠ ചൊല്ലിയിട്ട് നമ്മൾ കേക്ക് കട്ട് ചെയ്യാണ് കേട്ടോ. കേക്ക് കട്ടിങ് കാര്യങ്ങളും അവസാനിക്കാറായിട്ടു. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ഫുഡ് കഴിക്കാനായിട്ട് ഇരിക്കുകയാണ് കേട്ടോ. അപ്പം സദ്യയാണ് നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എന്തൊക്കെയുണ്ടായിരുന്നു, സാമ്പാർ, ഓലൻ, കാളൻ, അവിയൽ, ഇഞ്ചിമ്പുളി അച്ചാർ, രസം, മോര്, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ ഫുഡ് കഴിക്കലും കാര്യങ്ങളും കഴിഞ്ഞിട്ട് പിന്നെ ഈ ഒരു ഫംഗ്ഷൻ ഇവിടെ അവസാനിക്കുകയാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കരുത് കേട്ടോ. ഇനി ഞാൻ അടിപൊളി വീഡിയോസായിട്ട് വരുന്നതായിരിക്കും. ബൈ.